എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വറുത്ത അരിപ്പൊടി വെച്ചിട്ട് തേങ്ങ അരയ്ക്കാതെ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് പാലപ്പം. അപ്പോൾ ഇത് രാവിലെ തന്നെ കലക്കി വെച്ചാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് മാവ് പുളിച്ച് പൊന്തി വന്ന് അപ്പം തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വറുത്ത അരിപ്പൊടിയാണ്. 2 കപ്പ് അരിപ്പൊടി ഇങ്ങനെ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 3/4 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളരിയുടെ ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മട്ട റൈസിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അപ്പത്തിന് ഒരു ഇച്ചിരി കളർ കുറയും. പിന്നെ വേണ്ടത് വെള്ളമാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ ഒരു 2 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റ് ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇനി വെള്ളത്തിൻ്റെ പോരായ്ക ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ചെടുത്ത് മിക്സ് ആക്കിയിട്ട് ആവശ്യമനുസരിച്ച് നമുക്ക് മാവിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് മിക്സ് ആക്കിയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചെടുക്കാം. അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിന് എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത അരിപ്പൊടിയാണ്. പിന്നെ ഇതൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 2 ട്രിപ്പായിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ മൊത്തത്തിലങ്ങ് ഒഴിച്ചെടുത്തിട്ടാണ്. അത് കഴിഞ്ഞ് 2 ട്രിപ്പായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ മാവ് ഇതേ രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് കുറച്ചുകൂടി വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതേ രീതിയിൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 2 മണിക്കൂർ മതി. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ വേണം. അത് ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഒന്ന് ഇറക്കി വെച്ചെടുത്താൽ മതി. ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവൊക്കെ പുളിച്ച് പൊന്തി വരും. കണ്ടില്ലേ, എൻ്റെ 2 മണിക്കൂർ കൊണ്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു അപ്പച്ചട്ടി വെച്ചെടുക്കാം. ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാവ് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. ഇനി ഒന്ന് ഹോൾസൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പമാണ്. അപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഈ അപ്പം. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന അടിപൊളി ഒരു പാലപ്പമാണ്. രാവിലെ പെട്ടെന്ന് കലക്കി വെച്ചാൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇതേ രീതിയിൽ പാലപ്പം കിട്ടും. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് ഇതുപോലത്തെ പാലപ്പം ചുട്ടു വെക്കുക, അടിപൊളിയാണ്. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് പോയിട്ട് വരാം.